24 മണിക്കൂർ എന്നോട് വഴക്കിട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? ഓളുടെ കല്യാണക്കാര്യം പറയുന്നത് വഴക്കല്ല, ഉത്തരവാദിത്ത. അത് നിങ്ങൾക്ക് തീരെ ഇല്ലല്ലോ. നീ ഒന്ന് വായടക്കുന്നുണ്ടോ? എന്റെ വായല്ല, നാട്ടുകാരുടെ വായടപ്പിക്കാൻ നോക്ക്. ദൈവമേ, എന്റെ തലവിധി എന്ന് പറഞ്ഞാ മതി. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. പപ്പ, ആനന്ദ് സിമ്രാനെ മാരേജ് ചെയ്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? എനിക്ക് വേറെ ആരായോ അഫയർ ഉണ്ടെന്ന് ദീപക് എന്നോട്. I just couldn't bear it. അതും എന്റെ തെറ്റാണോ? മോളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? പപ്പ, നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, വഴക്കുകള്. ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്ക് ഹാപ്പിയായി ജീവിച്ചൂടെ? നീ എത്ര ഈസി ആയിട്ടാ മോളെ ഇത് പറഞ്ഞത്. അത് നിന്റെ മാത്രം കുഴപ്പമില്ല, ഈ ജനറേഷൻ മൊത്തം അങ്ങനെയാ. നിനക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമോ അതോ അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുമോ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, മൊബൈൽ ഫോൺ കേടായാൽ വേറൊന്നങ്ങ് വാങ്ങും, ലാപ്ടോപ്പ് കേടായാലും അങ്ങനെ തന്നെ. എന്ത് കേടായാലും നിങ്ങൾ ഉപയോഗിക്കില്ല, എന്നാൽ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറേയില്ല. ആ സ്ഥാനത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പിന് കംപ്ലൈൻറ്റ് വന്നാൽ കൺഫ്യൂഷൻ ആകുകയും ചെയ്യും. ഒരു തവണ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കൈവിടാൻ പാടില്ല. നിനക്കതിപ്പോൾ മനസ്സിലാവില്ല. അത് നീ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവും മോളെ. അപ്പോൾ എന്നെ നിനക്ക് ഓർമ്മ വരും. വെയിറ്റ് ചെയ്യ്. ഒന്നും കഴിക്കാതെ അല്ലേ എഴുന്നേറ്റ് പോന്നത്? ദേ ഈ പാല് കുടിച്ചേ. നിങ്ങളോടായി പറഞ്ഞ് പാല് കുടിക്കാൻ. ഞാൻ പറഞ്ഞ കാര്യം ഇതാ. പിന്നെ എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.